രാജവാഴ്ച പക്ഷക്കാരായ രാഷ്ട്രീയക്കാരെയും പത്രക്കാരെയും എല്ലാം വിചാരണ ചെയ്ത് തടവിലാക്കി. എങ്കിലും ആരും വധിക്കപ്പെട്ടില്ല. എന്നാൽ ഇദ്രിസ് രാജാവിനെ വധശിക്ഷ വിധിച്ചിരുന്നു. അദ്ദേഹം വിദേശ യാത്രയിലായിരുന്നതിനാൽ അത് നടത്തപ്പെട്ടില്ല എന്ന് മാത്രം. തുടക്കം മുതലേ തന്നെ ഗദ്ദാഫിക്ക് തിരിച്ചടികളും അട്ടിമറി ശ്രമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു. ഇദ്രിസിന്റെ അനന്തരവനും ഇങ്ങനെ ഒരു ഭരണ അട്ടിമറിക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടു. അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എങ്കിലും പിന്നീട് ഗദ്ദാഫി അയാൾക്ക് മാപ്പ് നൽകി. 1970 ഒരു ബുദ്ധിജീവി സെമിനാർ സംഘടിപ്പിച്ചു ഗദ്ദാഫി. മതപരവും മതേതരവുമായ നിയമവ്യവസ്ഥകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം പ്രാബല്യത്തിൽ വരുത്തി. ട്രേഡ് യൂണിയനുകളൊക്കെ നിർത്തലാക്കി. തൊഴിലാളികളുടെ പണിമുടക്ക് നിരോധിച്ചു. ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ഒരു ഹരിത വിപ്ലവം തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തു നടപ്പിൽ വരുത്തി. എണ്ണക്കച്ചവടം പൂർവാധികം പുരോഗമിച്ചു. ലിബിയയിൽ അക്കാലത്ത് എണ്ണവില വർദ്ധിപ്പിച്ചത് കാരണം ആഗോള തലത്തിൽ തന്നെ എണ്ണയ്ക്ക് വൻപിച്ച വിലക്കയറ്റമുണ്ടായിരുന്നു. എന്നാൽ ലിബിയയുടെ സമ്പദ് വ്യവസ്ഥ പൂർവാധികം മെച്ചപ്പെട്ടു. മദ്യം നിരോധിക്കപ്പെട്ടു. നൈറ്റ് ക്ലബ്ബുകളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ അടച്ചു പൂട്ടി. പരമ്പരാഗത ലിബിയൻ വസ്ത്രധാരണം നിർബന്ധമാക്കി. ആദ്യകാല പരിഷ്കാരങ്ങളൊക്കെ തികച്ചും ജനപ്രിയം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് എഡ്വേർഡ് കാഴ്സണും മാവോ സേതുങ്ങും ഒക്കെ പിന്തുടർന്നിരുന്ന ഒരു മൂന്നാം ലോക സിദ്ധാന്തവുമായി താരതമ്യപ്പെടുത്തക്ക രീതിയിലുള്ള ഭരണ പരിഷ്കാരങ്ങളൊക്കെയാണ് പിന്നീട് ഗദ്ദാഫിയിൽ നിന്നും പുറത്തു വന്നത്. അതോടുകൂടി ഗദ്ദാഫിയുടെ തത്വശാസ്ത്രം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഗദ്ദാഫിയുടെ പുതിയ രാഷ്ട്രീയ തത്വശാസ്ത്രം അനുസരിച്ച് US-ഉം സോവിയറ്റ് യൂണിയനുമൊക്കെ സാമ്രാജ്യത്വ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ടു. മുതലാളിത്തത്തെയും കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് നിരീശ്വരവാദത്തെയും ശക്തമായി എതിർക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിനുള്ളിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീഅത്ത് നിയമം കൂടുതൽ കർക്കശമാക്കി. നിലവിൽ നിന്നിരുന്ന പല പണ്ഡിത വ്യാഖ്യാനങ്ങളെയും ഹദീസുകളെയും ഒക്കെ നിരസിച്ചു. ഇത്തരം പ്രവർത്തികളൊക്കെ ലിബിയൻ പുരോഹിതന്മാർക്ക് ഗദ്ദാഫിയോട് ഒരു വിരോധമുണ്ടാകുവാനായിട്ട് കാരണമായി. വ്യഭിചാരവും സ്വവർഗരതിയും കൊടിയ കുറ്റമായി കണക്കാക്കിക്കൊണ്ട് അതിന് ശിക്ഷയായി ചാട്ടാവാറടി നടപ്പിൽ വരുത്തി. 1975-നും 79-നും ഇടയിൽ അദ്ദേഹം രചിച്ച ദി ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്ന മൂന്നാം ലോക അന്താരാഷ്ട്ര സിദ്ധാന്തം സംഗ്രഹിച്ച പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മാത്രമല്ല, വിദേശ വ്യാപാരത്തിനുള്ള കുത്തക അവകാശം സമ്പൂർണമായും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് രാജ്യത്തെ വ്യാപാരികളെ ഒട്ടാകെ ചൊടിപ്പിച്ചു.